Hi all, welcome to Saira Learnings. UGC നെറ്റ് ജനറൽ പേപ്പർ സിലബസ് അനുസരിച്ചുള്ള നാലാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ നമ്മൾ പരിചിതമായിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയും അവ തമ്മിലുള്ള ഡിഫറൻസ്, ഓരോ കമ്മ്യൂണിക്കേഷൻ ടൈപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയവയൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കുകയാണ്. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന ക്ലാസിഫിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസിനെയും സ്റ്റൈലിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. On the basis of purpose and style, communication process can be classified as formal communication and informal communication എന്നുള്ളത്. അതിൽ തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും വിവിധ തരത്തിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ സംഭവിക്കാറുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഈ ഒരു ക്ലാസ്സിൽ ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. നെറ്റ് പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന്, ഈ ഒരു അധ്യായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, ഓപ്ഷൻസ് എന്നിങ്ങനെ തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ രീതിയിലൊക്കെ വരുമ്പോൾ ഇത്തരം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ, അവയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ മുൻനിർത്തി ചോദിച്ചു കാണാറുണ്ട്. അത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു വിഷയ മേഖലയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുമുള്ളത്. ഇന്ന് ഇവയെ നമുക്കൊന്ന് അവയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും നമ്മളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ, പ്രത്യേകിച്ച് ഡെയിലി ലൈഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായോ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനും, അതല്ല ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയി നിലനിൽക്കുന്ന സമയത്ത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, കോടതി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരു തരത്തിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. Formal communication means is deliberately established by upper level of management for day-to-day transmission of official information. Official information day-to-day transformation സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് ലെവൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും ഒരു ഒഫീഷ്യൽ ഫോർമാറ്റിൽ മാത്രമേ ഫോളോ അപ്പ് ചെയ്യുകയുള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഡിസൈൻ ചെയ്യുന്നതാണ് പലപ്പോഴും ഫോർമൽ കമ്മ്യൂണിക്കേഷനായി നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ ഭാഗമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടാറുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസൈൻഡ് അറ്റ് ദി ഓർഗനൈസേഷൻ ലെവൽ ഫോർ ഫുൾഫില്ലിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. പലപ്പോഴും ഓരോ ഓർഗനൈസേഷൻ്റെയും ഒബ്ജക്റ്റീവ്സിനെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ലെവലിലാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആക്കാറുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാറുള്ളത്. സപ്പോസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് എടുക്കാം. നമ്മൾ
ഒരു കോളേജ്, ഒരു അഫിലിയേറ്റഡ് കോളേജ്, യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഒരു അഫിലിയേഷൻ ഉള്ള കോളേജ്, ആ കോളേജിലെ ഒരു ഒഫീഷ്യൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ വി സി, അതായത് ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ വി സിയുടെ സാങ്ഷനോട് കൂടി വരുന്ന ഒരു ഓർഡർ ഡയറക്ട്ലി കുട്ടികൾക്കോ ഡയറക്ട്ലി അവിടുത്തെ ടീച്ചേഴ്സിനോ എത്തുകയല്ല ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആരാണത് സ്വീകരിക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷന് ഇൻചാർജ് ആയിട്ടുള്ള ആൾ. അത് മേ ബി പ്രിൻസിപ്പൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ പോലെയുള്ള ആൾക്കാർ. കോളേജ് ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പ്രിൻസിപ്പൽ ആയിരിക്കാം. പ്രിൻസിപ്പൽ റിസീവ് ചെയ്യുന്ന ഒരു മെസ്സേജ്, അത് പ്രിൻസിപ്പൽ തൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള, തൻ്റെ ഹൈറാർക്കൽ ലെവലിൽ തൻ്റെ തൊട്ട് താഴെയുള്ള പേഴ്സൺസിന് കൊടുക്കുന്നു. അത് മിക്കവാറും HOD ആയിരിക്കാം. HODയിൽ നിന്ന് HODയുടെ കൊളീഗ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് സ്റ്റാഫ്സിലേക്ക് എത്തുന്നു, സ്റ്റാഫ്സിൽ നിന്ന് കുട്ടികളിലേക്ക് എത്തുന്നു. ഇത്തരത്തിലാണ് ഒരു കോളേജ് ഓർഗനൈസേഷന്റെ, ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷന്റെ ഫ്ലോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും അത് ഒരു സ്ട്രക്ചേർഡ് ആണ്, അതേപോലെ തന്നെ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസേഷൻ ആയി, സിസ്റ്റമാറ്റിക് ആയി ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ആ ഒരു ഇൻഫർമേഷന്റെ ഫ്ലോ പലപ്പോഴും സ്ട്രക്ചേർഡ്, വെൽ പ്ലാൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഒഫീഷ്യലായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് ആൻഷ്യന്റ് ടൈംസ് മുതൽ നമ്മളുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എല്ലായ്പ്പോഴും ഡോക്യുമെന്റേഷൻ സംഭവിക്കാറുണ്ട്. ഡോക്യുമെന്ററി എവിഡൻസുകൾ ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ അവൈലബിൾ ആകാറുണ്ട്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും ഒരു റെക്കോർഡിക്കൽ ഫോർമാറ്റിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് സവിശേഷമായിട്ടുള്ള ഒരു ലാംഗ്വേജ് രീതി, അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. സോ അത് അക്യുറേറ്റ് ആയിരിക്കും, അതിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെരി അക്യുറേറ്റ് ആയിരിക്കും, ആൻഡ് ലീഗൽ ആൻഡ് ഓതന്റിക്, ലീഗൽ ആയിട്ടുള്ളതായിരിക്കാം, ഓതന്റിക് ആയിട്ടുള്ളതായിരിക്കാം. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷനിലെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കാം, ലീഗൽ ആൻഡ് ഓതന്റിക് ആയിരിക്കാം. അതേപോലെ തന്നെ അതിനൊരു റിജിഡ് സ്വഭാവമായിരിക്കാം ഉള്ളത്, ഫ്ലെക്സിബിൾ ആയിരിക്കില്ല, ഈസി ടു ഹാൻഡിൽ അല്ല. റിജിഡ് ആയി അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും മാത്രം മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു റിജിഡ്, ഒരു കെട്ടുറപ്പുള്ള ഒരു രീതിയിലാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക. പലപ്പോഴും അത് ഹൈ ലെവൽ ഓഫ് സീക്രട്ടി, അതായത് ഹൈ ലെവൽ ഓഫ് സീക്രട്ടി, അതിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവത്തെ കെപ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഉണ്ടായിരിക്കുക എന്ന് കൂടി ഓർക്കുക. ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായി ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലോങ് ചെയിൻ കമാൻഡ് സ്വഭാവത്തിലുള്ളതായിരിക്കാം. ഒരു ഒഫീഷ്യൽ ചാനലിൽ കൂടി ഒരു ലോങ് ചെയിൻ കമാൻഡ് രൂപത്തിലാണ് ഇതിന്റെ ഒരു ഫ്ലോ നടക്കുന്നത്. ഇതിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? Formal communication is otherwise known as official communication, designed at the organizational level, and it is to fulfill organizational objectives. Formal communication is well structured, well planned, and systematic. Documentation is always happen. Documentary evidence is available in case of formal communication, and it is very accurate, legal, and authentic. So it kept high level of secrecy, rich in character, and time consuming, long chain command through official channel, and can be traced. Formal communication സ്പെഷ്യാലിറ്റീസ് ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം. ഈസ് ആൻ അൺഒഫീഷ്യൽ ചാനൽ. ഫോർമലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. Informal communication is an unofficial channel and is the result of the operation of social forces at the workplace. It mainly addresses the
social needs of employees. It is also known as grapevine and supplements formal communication. ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ സപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അൺഒഫീഷ്യൽ ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. അൺഒഫീഷ്യൽ ആണ്, അതുകൊണ്ട് അതിന് അൺസ്ട്രക്ചേർഡ് ആണ്. പ്ലാൻഡ്, പലപ്പോഴും പ്ലാൻഡ് ആയിരിക്കില്ല, ഒരു സിസ്റ്റമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് വെരി സ്പോണ്ടേനിയസ്. മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാകുന്നതാണ്. ഒരു പ്ലാനിങ്ങുകളോ അല്ലെങ്കിൽ മുൻകൂട്ടി അതിൻ്റെ ഒരു മാനേജ്മെന്റൽ രീതികളോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയി, വളരെ സ്പോണ്ടേനിയസ് ആയി ഉണ്ടാകുന്നതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It is very flexible and used in local language, or it is not particular in language also, and there is no particular format for informal communication. നമുക്ക് informal communication എങ്ങനെ വേണമെങ്കിലും ഫ്ലോ ചെയ്യാന്നാണ്. അതിന് പർട്ടിക്കുലർ ഫോർമാറ്റ് ഒന്നും അത് കീപ്പ് ചെയ്യാറില്ല. It is to satisfy personal interest and social needs. ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റിനെയും സോഷ്യൽ നീഡ്സിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും രൂപം കൊള്ളാറുള്ളത്. ആൻഡ് ഇറ്റ്സ് മൂവ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാറുണ്ട്. ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. There is no supporting documents. It's informal communication is mainly occur in verbal format, or like oral, etc. അപ്പോൾ ഓറൽ ഫോർമാറ്റിലാണ് എല്ലായ്പ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ there is no supporting documents and cannot be traced. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. ഇത് ആര് പറഞ്ഞു, ഇവിടുന്ന് എങ്ങനെ തുടങ്ങി എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ട് ചെയിൻ കമാൻഡ്. നമുക്ക് ഒരു കാര്യം വളരെ ഇൻഫോർമലായി ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഒരുപാട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടോ വെൽ കാറ്റഗറൈസ്ഡ് ആയിട്ടോ വെൽ ഹൈറാർക്കൽ ലെവലിൽ കൂടിയോ ഒന്നും ഫ്ലോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഷോർട്ട് ചെയിൻ കമാൻഡ് രൂപത്തിലാണ്, കമാൻഡ് ആയിട്ടും അത് പോകുന്നില്ല, ഷോർട്ട് ചെയിൻ ചാനലിൽ കൂടിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാറുള്ളത്. ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എല്ലായ്പ്പോഴും ഒരേ ലെവലിൽ, ഹൈറാർക്കി ലെവലിൽ ഒരേ ലെവലിലുള്ള ആൾക്കാരിലായിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും സാധ്യമാകാറുള്ളത്. ഹൈറാർക്കി ലെവലിലേക്ക് എംപ്ലോയിയിൽ നിന്ന് മാനേജറൽ സിസ്റ്റത്തിലേക്കോ മാനേജറൽ സിസ്റ്റത്തിൽ നിന്ന് എംപ്ലോയിലേക്കോ പലപ്പോഴും സംഭവിക്കാറില്ല. And it's often distorted, maybe rumors and gossip. ചിലപ്പോൾ കഥകളായിരിക്കാം, നിർമ്മിച്ചതായിരിക്കാം, റൂമേഴ്സ് ആൻഡ് ഗോസിപ്സ് ഒക്കെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്ന സ്പോണ്ടേനിയസ് ആയി, അൺസ്ട്രക്ചേർഡ് ആയി, അൺഒഫീഷ്യലായി രൂപം കൊള്ളുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. പർട്ടിക്കുലർ ലാംഗ്വേജോ പർട്ടിക്കുലർ ഫോർമാറ്റുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആണ്. to satisfy personal interest and needs and moves freely in all direction. Less time consuming and there is no supporting documents. Usually happens in orally. Orally ആണ് കൂടുതലായിട്ടും informal communication നടക്കുക. But in case formal communication പലപ്പോഴും orally ആയിരിക്കില്ല, അത് പലപ്പോഴും റെക്കോർഡിക്കലി അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ്സ് രൂപത്തിലാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാറുള്ളത്. And it is very simple due to its short chain, often distorted, maybe rumors and gossip. Formal communication എപ്പോഴും ട്രൂ ആയിട്ടുള്ള ഫാക്റ്റുകളായിരിക്കാം, പക്ഷെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും റൂമേഴ്സ് ഓർ ഗോസിപ്പുകളായിരിക്കാം. ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അക്യുറേറ്റും ലീഗലും ഓതന്റിക്കും ആകും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് എത്ര കാലത്തോളം നിലനിൽപ്പുണ്ട് എന്ന് പോലും സാധിക്കില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊന്നും
തുടർന്നു പോവില്ല എന്നുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്. ഇവിടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും സ്പെഷ്യാലിറ്റീസിനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നെറ്റ് പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചു കാണാറുണ്ട്. ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിച്ചു കാണാറുള്ളത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പഠിക്കേണ്ടതുണ്ട്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. Thank you all.